ഇന്ന് രാവിലെ 6 മണിയായപ്പോൾ എണീറ്റ് നോക്കിയപ്പോഴേക്കും നല്ല മഴ, ഇടിവെട്ടും മഴയൊക്കെ ആയിട്ട് ഫുള്ള് പ്രകൃതിയുടെ ഗതി മോശമായിരുന്നു ഗൈസ്. അങ്ങനെ 8 മണിയായപ്പോഴേക്കും എണീറ്റു, പിന്നെയും കിടന്നിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് റാഗിപ്പുട്ടും പപ്പടവും പയറായിരുന്നു, പയർ പുഴുങ്ങിയത് ചെറുപയറും. അപ്പോൾ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കത്തേക്ക് നമുക്ക് പപ്പരങ്ങ അച്ചറിടാന്ന് ഓർത്തിട്ട് പപ്പായ, ഞങ്ങളുടെ പപ്പരങ്ങ എന്നാണ് പറയണത്, അതെടുത്തിട്ട് പൂളിയിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് മാങ്ങ അച്ചാർ ഉണ്ടാക്കണ പോലെ അരിഞ്ഞിട്ട് അതിങ്ങനെ അച്ചാറുണ്ടാക്കും. അപ്പോൾ അച്ചാറുണ്ടാക്കിയിട്ട് ഞാൻ ഓർത്തു എനിക്ക് അച്ചാർ ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു തക്കാളിക്കറി ഉണ്ടാക്കാൻ ഓർത്തു തക്കാളി സവോളയും മുട്ടയൊക്കെ എടുത്തിട്ട് ഒരു തക്കാളിക്കറി ഉണ്ടാക്കി. മുട്ടക്കറി എന്നാണ് പറയണത്. തക്കാളിക്കറി ഉണ്ടാക്കിയിട്ട് അതിലോട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഞാനിങ്ങനെ കുറുക്കിയെടുക്കും. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ബാച്ചിലർ സ്പെഷ്യൽ മുട്ടക്കറി റെഡിയായി. അപ്പോൾ അതവിടെ വേവാൻ വെച്ചിട്ട് ഞാൻ പോയി ജപ്പാൻ വെള്ളമൊക്കെ എടുത്തിട്ട് വന്നു. അപ്പോഴേക്കും അത് റെഡിയായി. ഞാൻ ഈയിടക്കാണ് ഇങ്ങനത്തെ ഒരു പരീക്ഷണം നടത്തുന്നത്. മുട്ട സാധനം പുഴുങ്ങിയല്ലേ മുട്ടക്കറി ഉണ്ടാക്കാറ്, ഞാൻ ഇങ്ങനെ ചിക്കിയിട്ട് ഈ ഗ്രേവി ഇട്ട് ഇളക്കുമ്പോഴേക്കും നല്ല ടേസ്റ്റാണ്. അതും പപ്പടവും ചോറൊക്കെ ആയിട്ട് കഴിച്ചു. അപ്പോൾ സാധാരണ ഇത് തക്കാളി കൂടിപ്പോയതുകൊണ്ട് തന്നെ തക്കാളിക്കറി എന്നും പറയാം, മുട്ടക്കറി എന്നും പറയാം. അപ്പോൾ ഒരു 3 മണിയായപ്പോൾ ഞാനൊരു റോബസ്റ്റപ്പഴം എടുത്ത് കഴിച്ചു. റോബസ്റ്റപ്പഴം ലോ കലറി ആയതുകൊണ്ട് തന്നെ നമുക്ക് കഴിച്ചെന്ന് വെച്ച് വലിയ സീനൊന്നുമില്ല. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞാൻ ഇരിക്കട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.